വെയിറ്റ് കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും വളരെ കുറഞ്ഞ ചെലവിൽ തയ്യാറാക്കാവുന്ന ഹൈ പ്രോട്ടീൻ ലോ കലോറിക് ഗട്ട് ഫ്രണ്ട്ലി വെയിറ്റ് ലോസ് സ്മൂത്തികൾ. ഇതിനായിട്ട് ഞാൻ ഈ കടലയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് സത്തു എന്ന് പറയും മഹാരാഷ്ട്രയിൽ. നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിന് കടല എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 1/2 കപ്പ് കടലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഫൈൻ പേസ്റ്റാക്കി പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല ദഹനത്തിനും ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട് 1/4 സ്പൂണ് ജീരകമാണ്. ഇത് റോസ്റ്റഡ് ജീരകമാണ്. 1/4 സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരുപാട് പുളിയൊന്നുമില്ലാത്ത 1/2 കപ്പ് കട്ട തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. പെട്ടെന്ന് വിശപ്പ് മാറാനും എന്നാൽ വയറിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും ഗുണകരമായ ഒരു സ്മൂത്തിയാണ് ഇത്. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾക്ക് ഒരു നേരത്തേക്കുള്ള പ്രോട്ടീനുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ നേരം വിശപ്പ് തോന്നാണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ കുറച്ച് റോസ്റ്റഡ് ഫ്ലാക്സ് സീഡും കൂടി ചേർക്കുന്നുണ്ട്. ഒരൊറ്റ ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മളുടെ വയറ് നിറയും. ഇനി നിങ്ങൾക്ക് മധുരമാണ് ഇഷ്ടമെങ്കിൽ ഈ ഉപ്പിന് പകരം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത സ്മൂത്തി തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കടല ചേർക്കുന്നുണ്ട്. ഇത് 1 സ്പൂണ് റോസ്റ്റഡ് ഫ്ലാക്സ് സീഡാണ്. വയറിലെ കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഫ്ലാക്സ് സീഡ്. അത് നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു ബനാനയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് കൂടാനാണ് ആഗ്രഹമെങ്കിൽ ഈ പഴത്തിന് പകരം നമ്മളുടെ നാടൻ ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത 3 ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. ആ ഡേറ്റ്സ് സോക്ക് ചെയ്ത വെള്ളവും ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് കടുകിൻ്റെ മൈക്രോഗ്രെയിൻസ് ആണ്. വെജിറ്റബിൾസിനേക്കാളും 40 മടങ്ങ് പോഷകഗുണങ്ങളുള്ള ഈ മൈക്രോഗ്രെയിൻസ് നമ്മൾക്ക് മണ്ണോ വളമോ ഒന്നുമില്ലാതെ വീട്ടിൽ തയ്യാറാക്കാം. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ സ്മൂത്തികളിലോ അല്ലെങ്കിൽ സാലഡുകളിലോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. 1/2 കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലെ നല്ല കൊഴുപ്പ് നമ്മളുടെ ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഫൈൻ സ്മൂത്തി ആയിട്ട് അരച്ചെടുക്കണം. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് അനാറും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത ബനാനയ്ക്ക് പകരം നിങ്ങൾക്ക് മാങ്ങായോ അല്ലെങ്കിൽ നമ്മളുടെ ആപ്പിളോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ബനാന സത്തു വെയിറ്റ് ലോസ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ നല്ല ദഹനത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂട്ടാവുന്ന ഗട്ട് ഫ്രണ്ട്ലി വെയിറ്റ് ലോസ് സ്മൂത്തികളാണ്. ഒരുപാട് പൈസ മുടക്കി ബദാമോ നട്ട്സോ അങ്ങനെയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കാവുന്ന 2 ഗട്ട് ഫ്രണ്ട്ലി വെയിറ്റ് ലോസ് സ്മൂത്തികളാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് നല്ല സാലഡുകളും സ്മൂത്തികളും ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കിടിലൻ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ നല്ല ഹെൽത്തി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന 2 ഗട്ട് ഫ്രണ്ട്ലി വെയിറ്റ് ലോസ് സ്മൂത്തികളാണ്. ട്രൈ ചെയ്ത് നോക്കണേ, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.